എടാ സാറേ ഇവിടെ വെട്ടിയിട്ടുണ്ട് സാറേ, രണ്ട് കാല് ഭാഗത്ത് വെട്ടിയിട്ടുണ്ട്, പിന്നെ ഇവിടെ അങ്ങനെ ഫുള്ളായി വെട്ടിയിട്ടുണ്ട്. അങ്ങനെ കമിഴ്ന്നിട്ടാണ് കിടക്കണത്. ബോഡി മൊത്തം ചോര ഫുള്ളായി അങ്ങോട്ട് താഴത്തേക്ക് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കണം. അറിയില്ല, അച്ഛൻ നെന്മാർക്ക് ക്ഷേമനിധി കെട്ടാൻ വരുന്ന സമയത്താണ് ഇതുണ്ടായത്. ഞാൻ വിളിച്ചു, അച്ഛനെ കുറേ വിളിച്ചു, എടുത്തില്ല. പിന്നെ അങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ്. തുടക്കത്തിലെ പ്രശ്നമായിരുന്നു ചെന്താമറ എന്ന് പറയുന്ന ആള്. നിങ്ങൾക്ക് പ്രശ്നം? എന്റെ അമ്മനെയും കൊന്നത് അത് 5 കൊല്ലം മുൻപ് എങ്ങനെയായിരുന്നു? അയാൾ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് ലൈറ്റ് ഒന്നും ഇടില്ല, ഇങ്ങനെ ഇരുന്നിരുന്ന് അയാളുടെ ജനാലിൽ കൂടെ ആരൊക്കെ വരണ്ട ആരൊക്കെ പോകണ്ട എത്ര മണിക്കാ പോണ ഒക്കെ നിരീക്ഷിച്ച് അങ്ങനെയായിരുന്നു അമ്മ. അങ്ങനെ കൊന്ന തന്നെയാണ് എൻ്റെ അമ്മനെ. അതേ കണ്ടീഷൻ ഇപ്പൊ ആയതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി നാട്ടുകാർ കൊടുത്തു, ഞങ്ങൾ കൊടുത്തു, എന്നിട്ട് ഒന്നും പ്രതികരണം. അയാളെ രാവിലെ കൊണ്ടുപോയി അതേപോലെ വൈകുന്നേരത്തും കൊണ്ടുവരുന്നു. എന്നിട്ട് അയാൾക്ക് പിന്നെ അയാൾ അങ്ങനെ തന്നെ ഇരിക്കണത്, ലൈറ്റ് ഇടാണ്ട് അങ്ങനെ ഇരുന്ന് ആരൊക്കെ പോണ് വരുന്ന ആരൊക്കെ ഇപ്പൊ അവിടെ ഉണ്ട് നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഇപ്പൊ അയാൾ കൊന്നത്. ഇനി 4 കൊല്ലം ജയിലിലിരുത്തും, പിന്നെ ഇറക്കും. ഞാൻ അതിന് ഇങ്ങോട്ട് വരാറില്ല, എനിക്ക് അയാളെ കാണുന്നതേ പേടിയാണ്. കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയണ്ട ഇനിയും കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണ്ടായിരുന്നു. നടന്നിട്ടുണ്ട്. ഒരു അമ്മനോട് പറഞ്ഞു കൊടുവാളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഇനിയും ജയിലിലേക്ക് പോകും, ഞാൻ കൊല്ലും എന്നെ അവർ പറയണത്. ആ ചെറുക്കൻ പറയണത് എൻ്റെ മോനെ കഴിഞ്ഞ മുറി ഇവളുടെ അമ്മ മരിച്ചപ്പോൾ സാക്ഷി പറഞ്ഞ എൻ്റെ മോനാണ്, മൃദുലാണ് പേര്. 19 എന്നിട്ട് കോടതി വെച്ച് എൻ്റെ മോനെ കൈ ചൂണ്ടിയവൻ. അവൻ പറഞ്ഞു നിന്നെ ഇനി അടുത്തത് നിന്നെയാണ്. ഞാൻ എന്നിട്ട് അവനെ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു. നീ എൻ്റെ മകനെ കൊല്ലണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ? നിൻ്റെ കഴുത്ത് എൻ്റെ കയ്യിലായിരിക്കും. അവന് എന്താ ഞാൻ പറയാം, അവൻ്റെ ഭാര്യയും കുട്ടിയും പിണങ്ങി പോയി, അവനെ സ്വീകരിക്കില്ല. ഇതാണ് ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് ഭാര്യനെ ജീവൻ നോക്കി പോയി. ആ കാരണം ഞങ്ങൾ നാട്ടുകാരൊക്കെ ആണ് ഭാര്യനെ അങ്ങനെ വിട്ടയച്ചത്. ഭാര്യ പിണങ്ങി പോയത് എൻ്റെ അമ്മ കാരണം, നാട്ടുകാർ കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇതാക്കിയത്. ഇപ്പൊ ഇതെന്തിനാ എൻ്റെ അച്ഛനെയും കൊന്നെന്ന് എനിക്ക് അറിയണില്ല സാറേ. അയാൾക്ക് ഭ്രാന്ത് പറഞ്ഞിട്ട് എല്ലാവരും സർക്കാർ സംരക്ഷിക്കുകയും ചെയ്യും ചിലപ്പോ. അങ്ങനെ ഭ്രാന്തി പറഞ്ഞാൽ കോടതി വെറുതെ വിട്ടയക്കും. ഒരു ഭ്രാന്തുമില്ല. കൊടുവാള് മേടിക്കാനും കൊല ചെയ്യാനും ഭ്രാന്തില്ലല്ലോ. അങ്ങനെ ഭ്രാന്തില്ലല്ലോ അവന്. കൊടുവാള് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന പദ്ധതി ഒരുക്കിയിട്ടല്ല കൊന്നത്. അപ്പൊ ഞങ്ങളെ അമ്മായി മരിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ജാമ്യത്തിൽ ഇറങ്ങിയായിരുന്നു. ആ സമയത്ത് പോലീസുകാർക്ക് ഞങ്ങൾ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. ഞങ്ങളും കൂടി പോയി കംപ്ലൈൻറ്റ് കൊടുത്ത സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസുകാർ വന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അവർ താക്കീത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അതേ വീണ്ടും 2 എണ്ണം. ഇനിയിപ്പോൾ ഒരാളും കൂടി ഉണ്ട്, ആളെയും കൂടി തീർത്തോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ കാര്യം കഴിഞ്ഞില്ല. ഇനി പിന്നെ അധികം താമസമില്ലാണ്ട് ചെറിയൊരു മാമനും കൂടി ഉണ്ട്. ജാമ്യത്തിലിറങ്ങിയ സമയത്ത് നിങ്ങൾ സുരക്ഷ പ്രശ്നമാണ്. അവള് സിസ്റ്ററിനടുത്ത് പറഞ്ഞു, പോയി മാമനടുത്ത് പറഞ്ഞു കംപ്ലൈൻറ്റ് കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാമനും കൂടി ഉണ്ട്. ആ മാമനും കൂടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ആരും വരില്ല, ആളുകൾ തട്ടാൻ പറയും, കഴിഞ്ഞു. അന്വേഷിക്കുക. അവർ 2 കൊല്ലം കൂടുമ്പോൾ പോലീസ് പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളാണെന്ന് അറിയില്ല. ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. രാവിലെ പോയി അതേപോലെ തന്നെ അയാൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വന്നു. പിന്നെ അയാൾ ആ റൂമിൽ ഇരുന്നിട്ടോ ആരൊക്കെ പോകണ്ട ആരൊക്കെ വരണ്ടെന്നൊക്കെ എന്നെല്ലാം അന്വേഷിക്കുക. ഇവർക്ക് എന്ത് താക്കുണ്ട്? കള്ളൻ്റെ അടുത്ത് കക്കണ്ട പറഞ്ഞാൽ ആ ഒരു നേരം മാത്രം പറയുള്ളൂ. പിന്നെ അയാൾ ആ സ്വഭാവം തുടരും. അയാൾ ചിലപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ നല്ല രീതിയിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെ ചെയ്തില്ലേ? ഇനി അയാളെ വിശ്വസിച്ചിട്ട് 4 കൊല്ലം ജയിലിലും പിന്നെയും ഇറക്കും ഓരോരുത്തരെ കൊന്നുകൊണ്ടേയിരിക്കും. അയാളുടെ ഏട്ടനായിരിക്കും അങ്ങനെ മാനസിക രോഗം എന്നൊക്കെ പറയുന്നത്. അയാളുടെ ഏട്ടനാണ് ഇതിന് ഫുള്ള് സപ്പോർട്ട്. അവരുടെ അമ്മയുണ്ട്, ഭക്ഷണം കൊടുത്തിട്ട് പോയിട്ടിടുന്ന അവരുടെ അമ്മയാണ്. ഇയാളുടെ ജോലി എന്തായിരുന്നു? ഈ നാട്ടുകാരൻ തന്നെ ഡ്രൈവറായിരുന്നു, ലോറി ഡ്രൈവറായിരുന്നു. ആള് ലോറിക്ക് പോകും പ്രേമ വിവാഹമായിരുന്നു. അത് പരാജയപ്പെട്ടു. അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. അതൊന്നും ഈ പുള്ളിക്കാരൻ അറിയില്ല. അപ്പോൾ അവരിനെ കാണുന്നില്ല. അത് ഇവർ അയൽവക്കക്കാരായിട്ടാണോ എൻ്റെ ജീവിതം തകർത്തെന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അവരുടെ അമ്മനെയും അച്ഛനെയും അച്ഛമ്മനെയും കൂടി ചെയ്യാൻ കാരണം അതാണ്. അറിയില്ല. ഒരു 8-8:30 ആകുമ്പോൾ എല്ലാവരും പണിക്ക് പോയി കാണും. അപ്പോൾ അവിടെ ആരുമില്ല, താഴെയല്ലേ, അവിടെ എന്ത് നടന്നാലും അറിയില്ലല്ലോ മോനെ, അങ്ങ് താഴെയല്ലേ. പിന്നെ പാടത്തേക്ക് പോണവർ 2 ആൾ കണ്ടു, കൃഷി നോക്കാൻ പോണവർ 2 ആൾ കണ്ടു. അതല്ലാതെ വേറെ അറിയില്ല. നിലവിളിക്കാനുള്ള ഇതൊന്നുമില്ല. നല്ല ഇയാൾ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം സുധാകരനൊക്കെ നേരിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇല്ല, അവനെ കണ്ടിട്ടില്ല. ആരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കില്ല. ഇത്തിരി 2-3 പേരെ ഇവിടത്തെ അങ്ങനെ സംസാരിക്കുള്ളൂ. അവരുടെ അടുത്ത് ഇങ്ങനെ കൊല്ലും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സ്റ്റേഷനല്ലേ സാറ് വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ ജയിലിലേക്ക് പോകും എന്നാണ് അവൻ പറഞ്ഞത്. കൊല്ലുന്ന് പറഞ്ഞില്ല. ഞാൻ വീണ്ടും ഇനിയും ഞാൻ ജയിലിലേക്ക് പോകും. അപ്പോൾ ജാമ്യം കഴിഞ്ഞ് പോകുന്നല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്.
ഓടിപ്പോയി വനത്തിലേക്ക്, ആ വടമല അങ്ങോട്ട്. ജനങ്ങളും പിന്നെ അവരെ വീട്ടിൽ നിന്ന് രാത്രി വരുന്നത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങളുടെ മക്കളൊക്കെ കൂടി വളഞ്ഞ് അവനെ പിടിച്ചു. പക്ഷേ പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് 24 മണിക്കൂറിനുള്ളിൽ അവനെ പിടിച്ചം കിട്ടിയിട്ട് വേണം ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പറ്റില്ല. പോലീസുകാർ ഗവൺമെൻറ് എങ്ങനെയാണ് നമ്മൾ ഒന്നും ഇല്ല, ബന്ധുവൊന്നുമില്ല, അയൽവാസികളാണ് അവർ. വീട് വന്ന പിന്നെ ചാത്തേമംഗലമായിരുന്നു, അത് കൊടുത്തിട്ട് ഇവിടെ വന്ന സ്ഥലം മേടിച്ച് വീട് വെച്ചതാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ. അല്ലാണ്ട് ഒരു ബന്ധവും ഒന്നുമില്ല. അതാണ് ഉണ്ടായ സംഭവം. 29-ാം തീയതി ഞങ്ങൾ പരാതി കൊടുത്തു, നാട്ടുകാർ കൊടുത്തു. അപ്പം അയാൾ ഭീഷണിപ്പെടുത്തിയോ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ കൊടുത്തു. എനിക്കും പേടിയാണ്, അയാൾ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പറയണ്ടല്ലോ പറഞ്ഞിട്ട് ഇതാക്കി. അപ്പം ഇനി എന്തെങ്കിലും നടക്കട്ടെ. ഇപ്പം എൻ്റെ അച്ഛനെയും പോയി, അച്ഛമ്മയും പോയി.